താമസിക്കുന്ന സ്നേഹിതരോട് ഏതാനും മിനിറ്റുകൾ ദൈവത്തിൻ്റെ വചനമാകുന്ന വിശുദ്ധ ബൈബിളിലെ ചില സംഭവങ്ങൾ, കാര്യങ്ങൾ ഒരു 5 മിനിറ്റ് കൊണ്ട് നിങ്ങളുമായി സംസാരിച്ച് ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ദിവസം തോറും കേൾക്കുന്ന ഭയാനകമായിരിക്കുന്ന വാർത്തകൾ കൊണ്ട് കേരളം നിറഞ്ഞിരിക്കുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയില്ലാതെ മനുഷ്യ ജീവിതങ്ങൾ ഒരു സ്വസ്ഥതയില്ലാതെ, സമാധാനമില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് സമാധാനം നൽകുന്ന ഒരു നാമം, അത് യേശുവിൻ്റെ നാമമാണ്. നമുക്കറിയാവുന്ന ആളുകൾ സമാധാനം നഷ്ടപ്പെട്ട് വ്യക്തികളിലെ, കുടുംബങ്ങളിലെ, സമൂഹങ്ങളിലെ സമാധാനം നഷ്ടപ്പെട്ട് ഒരിറ്റ സമാധാനത്തിന് വേണ്ടി മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെ അടിമകളാകുന്നു. ഒരിറ്റ സമാധാനത്തിന് വേണ്ടി കൊലപാതകങ്ങൾ വരെ ചെയ്യുന്നു, ബലികൾ അർപ്പിക്കുന്നു, മനുഷ്യ കുരുതികൾ വരെ നടത്തുന്നു. ഒരു മനുഷ്യൻ ഒരു ഭയവുമില്ലാതെ, ഒന്നിനെയും ഭയമില്ലാതെ മാതാപിതാക്കളെ അനുസരിക്കാത്ത ഒരു തലമുറയായി മുന്നോട്ട് പോകുമ്പോൾ കർത്താവായ യേശു ഇന്നേക്ക് 2000-ഓളം വർഷം മുമ്പ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ യാഗത്താൽ നമുക്ക് സമാധാനം ദൈവം നൽകി തന്നു. നാളുകളെല്ലാം ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ സമാധാനത്തിന് വേണ്ടി നേർച്ച കാഴ്ചകളുമായിട്ട് അവരിങ്ങനെ ദിനംതോറും ഓടിക്കൊണ്ടിരിക്കുക. എവിടെ ചെന്നാൽ, ആരെടുക്കെ ചെന്നാൽ ഒരിട്ട് സമാധാനം കിട്ടുമെന്ന് വിചാരിച്ച്. പ്രിയമുള്ളവരെ, നിങ്ങൾക്കറിയാമോ, സമാധാനം മനുഷ്യൻ നഷ്ടപ്പെടാൻ കാരണമെന്ന് പറയുന്നത് മനുഷ്യന്റെ പാപം അത്രേ. പാപത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന് സമാധാനത്തിൽ ജീവിക്കാൻ പറ്റത്തില്ല. അവരുടെ ഹൃദയം എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. എന്നാൽ ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു, അതെ, ദൈവത്തെ സന്തോഷിപ്പിക്കുവാനായിട്ട് ആളുകൾ ഓടുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിശ്വാസത്താലാണ് നമുക്ക് സമാധാനം ഉണ്ടാകുന്നത്. യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. അത് ലോകം തരുന്നത് പോലെയല്ല. ഈ ലോകത്തിന് ചെറിയ സമാധാനം നമുക്ക് നൽകി തരാൻ പറ്റും, മദ്യത്തിന് ചെറിയ സമാധാനം നൽകി തരാൻ പറ്റും, കോമഡി ഷോയ്ക്ക് ചെറിയ സമാധാനം നൽകി തരാൻ പറ്റും. എന്നാൽ ആർക്കും എടുത്തു കളയാൻ പറ്റാത്ത ദിവ്യമായിരിക്കുന്ന സമാധാനം, നിത്യസമാധാനം യേശുക്രിസ്തുവിലെ വിശ്വാസത്താൽ നമുക്ക് സൗജന്യമായി പ്രാപിച്ചെടുക്കാൻ പറ്റും. ഇന്ന് ലോകത്ത് നോക്കിക്കഴിഞ്ഞാൽ മതപുരോഹിതന്മാരെല്ലാം പണം വാങ്ങിയിട്ട് സമാധാനം, പാപമോചനം ലഭ്യമാക്കൂ എന്ന് പറയുമ്പോൾ വിശുദ്ധ ബൈബിൾ അത് പാപമോചനവും നിത്യരക്ഷയും സൗജന്യം എന്ന് പറയുകയാണ്. കാരണം യേശുക്രിസ്തു തന്റെ രക്തം, പാപമില്ലാത്ത രക്തം, കുറ്റമില്ലാത്ത രക്തം നമുക്ക് പകരമായി ഊറ്റിക്കൊണ്ട് നമുക്ക് സമാധാനത്തിന്റെ മാർഗം യേശു നൽകി തന്നു. വിശുദ്ധ വചനം പറയുന്നത് 5 കോടതികൾ 6 പ്രാവശ്യം യേശുവിനെ വിസ്തരിച്ചിട്ടും യേശുവിന് തെറ്റുമുണ്ടായിരുന്നില്ല. യേശുവിനെ ക്രൂശോട് ചേർത്ത് ബന്ധിച്ചു, യേശുവിന്റെ കൈകളിലും കാലുകളിലും ആണിയടിച്ചു, യേശുവിന്റെ തലയിൽ മുൾക്കിരീടം വെച്ചു, യേശുവിന്റെ വിലാവിൽ കുന്തം കൊണ്ട് കുത്തി. എന്തിനു വേണ്ടിയിട്ടാണ്? ഞാൻ